നമുക്ക് കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഷാമ്പൂ ആണിത്. അപ്പോൾ നമ്മൾ കണ്ടീഷണറിന് പകരമായിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പൊ എന്റെ മുടി നോക്കുകയാണെങ്കിൽ മൊത്തം ഡ്രൈ ആയിട്ട് പൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഹെയർ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഹെയർ കട്ട് ചെയ്യുന്നവർക്ക് ചെയ്തിട്ട് ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടി ഒന്ന് അളന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കല്യാണത്തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും റിപ്ലൈ തരാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് റിപ്ലൈ ഒന്നും തരാതിരുന്നത്. അപ്പൊ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണമൊക്കെ അടിപൊളിയായിരുന്നോ എന്നുള്ളത്. അപ്പൊ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് കേട്ടോ ഞാൻ ഒന്ന് ഫ്രീ ആയത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ചലഞ്ചും കൂടി സ്റ്റാർട്ട് ചെയ്യാം, ഹെയർ കെയറും സ്കിൻ കെയറും ചലഞ്ച് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ പെട്ടെന്ന് ഒരു ചലഞ്ചിന് ഇത്രയും പേരുണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് ചലഞ്ചിന് റെഡിയാന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചലഞ്ച് നമ്മൾ ഏപ്രിൽ മാസത്തിൽ ചെയ്ത ചലഞ്ച് നമ്മൾ ആ ഒരു പരീക്ഷാ ടൈമിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പഠിക്കുന്നവർക്കൊന്നും ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്തൊരു വാക്കായിരുന്നു കേട്ടോ. മെയ് മാസത്തിൽ നമ്മൾ വെക്കേഷൻ ടൈമിൽ നമ്മൾ എന്തായാലും ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ കൊടുത്തൊരു വാക്കായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് മുതൽ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിക്കും നമ്മൾ സ്കിൻ കെയർ വീഡിയോസ് കുറവാണ് ചെയ്യുന്നത്, സ്കിൻ കെയർ ചലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹെയർ കെയറും സ്കിൻ കെയറും ചെയ്യാം കേട്ടോ. ഒരു ദിവസം ഹെയർ കെയർ വീഡിയോ, അടുത്ത ദിവസം സ്കിൻ കെയർ. എത്രത്തോളം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു 30 ദിവസത്തെ ചലഞ്ച് ഒക്കെ ആകുമ്പോൾ നമുക്ക് 30 ദിവസം ഡെയിലി വീഡിയോസ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് ഒരു ദിവസം ഹെയർ കെയർ ചെയ്യാം, അടുത്ത ദിവസം നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ഹെയർ കെയറും സ്കിൻ കെയറും കൂടി നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാം. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെയർ കെയറിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഞ്ഞിവെള്ളം എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും സന്തോഷമാവുമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള ചലഞ്ചിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ചലഞ്ചിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞിവെള്ളം ആയിരിക്കും കേട്ടോ. എല്ലാ പാക്കിലും നമ്മൾ കഞ്ഞിവെള്ളം ചേർക്കുന്നതായിരിക്കും. അപ്പോൾ കഞ്ഞിവെള്ളം സ്യൂട്ട് ആവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ പാക്കിൽ നിന്ന് നിങ്ങൾ കഞ്ഞിവെള്ളം സ്കിപ്പ് ചെയ്തിട്ട് പാക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. കഞ്ഞിവെള്ളം സ്യൂട്ട് ആവുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ പാക്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നല്ല റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയം നിങ്ങൾക്കറിയാം നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും മുടി വളരാനും മുടി നല്ല ഉള്ളോടുകൂടി വളരാനൊക്കെ സഹായിക്കുന്നതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം സ്യൂട്ട് ആവാത്തവർ സ്കിപ്പ് ചെയ്യാം. കഞ്ഞിവെള്ളം സ്യൂട്ട് ആവുന്നവർ എന്തായാലും നിങ്ങൾ അത് ചേർത്ത് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ചലഞ്ചിന് റെഡി ആയത് തന്നെ ഇപ്പോഴത്തെ ചൂട് കൊണ്ടാണ്. എല്ലാവരും പറഞ്ഞു ഭയങ്കര ചൂടാണ്, അപ്പോൾ ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലുള്ളൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താനായിട്ട് നമ്മുടെ ഈ ഒരു ചലഞ്ച് നന്നായിട്ട് സഹായിക്കുന്നുള്ളത് എനിക്കറിയാം കേട്ടോ. കാരണം നമ്മുടെ കഴിഞ്ഞ ചലഞ്ച് ചെയ്തിട്ട് തന്നെ ഒരുപാട് പേർക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചലഞ്ചിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഒരു ചലഞ്ച് ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്കിലും ഞാനൊന്ന് ചുരുക്കി പറയാം. നമ്മൾ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ്. അതിനകത്ത് നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നമ്മുടെ ഹെയർ കെയർ വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ 30 ദിവസത്തെ ഹെയർ കെയർ എന്ന് പറയുമ്പോൾ 15 ഹെയർ പാക്കുകളായിരിക്കും നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നമുക്ക് വീഡിയോ ഉണ്ടാവുക. ഡേ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ 2 ഉണ്ടാവില്ല, ഡേ 3 ആയിരിക്കും ഉണ്ടാവുക. ഡേ 2 എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡേ 1 ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കൺഫ്യൂഷൻ ഇല്ലാന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് ഇത് അറിയുന്ന കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ, പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചലഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ചലഞ്ചിനെ കുറിച്ച് പറയാനായിട്ട്. അധികം അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ അധികം പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ ഡേ 1 എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പായിട്ട് എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏപ്രിൽ മാസത്തെ ചലഞ്ചൊക്കെ ചെയ്തിട്ട് എൻ്റെ മുടിയൊക്കെ അത്യാവശ്യം നല്ല സെറ്റായിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്നായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കല്യാണത്തിരക്കിൻ്റെ ഇടയിൽ ഒരു 2 ആഴ്ച ഞാൻ നോക്കാത്തതിൻ്റെ ഒരു വ്യത്യാസം എൻ്റെ മുടിയിൽ നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. എൻ്റെ മുടി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഏത് സമയം എന്താ പറയുക, ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പറപ്പിച്ച് നടക്കില്ല, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ മുടി ഉള്ളത്. എടുത്തു പറയേണ്ട കാര്യം അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻ്റെ മുടിയിൽ സ്പ്ലിറ്റൻസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല മുടി നന്നായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ എൻ്റെ മുടിയിൽ ഇതുപോലൊരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. എനിക്കറിയാം ഞാൻ ഈ 2 ആഴ്ച കെയർലെസ് ആയിരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് എൻ്റെ മുടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കല്യാണ സമയത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനും പിന്നെ മുല്ലപ്പൂ സ്ലൈഡ് അങ്ങനെയൊക്കെ നോക്കാതെ പിടിച്ച് കുത്തിയിട്ടും വലിച്ചിട്ടൊക്കെയാണ് എൻ്റെ മുടി അവസ്ഥ ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ മെയിനായിട്ട് ചലഞ്ച് തുടങ്ങാൻ തന്നെ കാരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കുകളും കാര്യങ്ങളൊക്കെ
ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ മുടി ഒന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ മുടി സ്പ്ലിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മുടി വല്ലാണ്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ പാക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചധികം ഞാൻ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. കുറച്ചധികം ഒന്നും അല്ല, കാരണം ഞാൻ ഷോർട്ട് ഹെയർ ആയി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മുടി ഞാൻ വെട്ടിയിട്ടില്ല. കുറച്ച് മാത്രമേ ഞാൻ വെട്ടിക്കൊടുക്കാറുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. സ്പ്ലിറ്റ് ആയ ആ ഒരു ഭാഗം വരെ ഞാൻ ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മുടിക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സ്പ്ലിറ്റ് ആയ മുടി എങ്ങനെ കട്ട് ചെയ്യണം എന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ മുടിയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മുടി ഒന്ന് അളന്ന് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ കഴിഞ്ഞ ചലഞ്ചിൽ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ചലഞ്ച് ഒന്ന് കംപ്ലീറ്റ് ആവുമായിരുന്നു, എത്ര വ്യത്യാസം വന്നു എന്നുള്ളത് അറിയായിരുന്നു എന്നൊക്കെ കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും തോന്നി, അപ്പോൾ നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാവുമല്ലോ, നമ്മളൊരു 30 ദിവസത്തെ ചലഞ്ചൊക്കെ ചെയ്തിട്ട് മുടിക്ക് എത്ര വ്യത്യാസം വന്നു എന്നുള്ളത് കാണിക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു ഇഷ്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് വെക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ അളവ് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. കറക്റ്റ് 20 ഇഞ്ചാണ് ഇപ്പോൾ എൻ്റെ ഹെയർ ഉള്ളത്. അപ്പോൾ നമുക്ക് 30 ദിവസത്തെ ഹെയർ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരു മാസം കൊണ്ട് നമുക്ക് എത്രമാത്രം ഹെയർ വളരും, അങ്ങനെയുള്ളതൊക്കെ അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള അളവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മുടിയൊക്കെ മുറിച്ചു, മുടിയൊക്കെ അളന്നൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ 1 എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയിൽ നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡേ 1 തന്നെ നമുക്ക് ഡീപ്പ് ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് തന്നെ നമ്മുടെ ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കണം. ഞാനിപ്പോൾ മുടിയൊക്കെ ചീകി കെട്ട് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ചീപ്പ് ഉപയോഗിച്ചിട്ട് താരൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ താരൻ അത് കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ചീപ്പ് ഉപയോഗിച്ച് ഒരുപാട് ഇങ്ങനെ ഉരച്ചിതാക്കരുത്, ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ എവിടെയാണോ താരൻ കൂടുതലായിട്ടുള്ളത് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചീകി മുടിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഓയിൽ തേക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് എടുക്കുക. അപ്പോൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ എടുക്കുക. ഇന്ന് ഞാൻ ഒരുപാട് ഓയിൽ എടുക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുന്നത്. നമ്മൾ നാച്ചുറൽ ഷാമ്പു ഒരു പാക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഒഴുകുന്ന രീതിയിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കാം. അപ്പം ഞാനിന്ന് ഓയിൽ ചൂടാക്കുന്നില്ല, കാസ്റ്റർ ഓയിൽ ചേർക്കുന്നില്ല, വൈറ്റമിൻ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓയിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഇന്ന് കാസ്റ്റർ ഓയിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയില്ല, കാസ്റ്റർ ഓയിൽ നല്ല തിക്കാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഷാമ്പു ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ കാസ്റ്റർ ഓയിലും കംപ്ലീറ്റ് ആയിട്ട് മുടിയിൽ നിന്ന് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാസ്റ്റർ ഓയിൽ നമുക്കിന്ന് തേക്കണ്ട. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതെടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ മുടിയിൽ എന്തായാലും ഓയിൽ തേക്കണം. ഇത് കേട്ടോ, വലിച്ചാൽ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് റുട്ടീനൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം ഡ്രൈ ആവുന്ന പാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം ആ ഡ്രൈനെസ് കുറയ്ക്കാനുള്ള പാക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഞാൻ ഈ 2 ആഴ്ച റുട്ടീനൊന്നും ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു. കല്യാണത്തിനാണെങ്കിലും ഞാൻ വേറെ മുടിയിൽ വേറെ പാക്കുകളൊന്നും അല്ല കേട്ടോ. നമ്മുടെ കെരാറ്റിൻ പാക്കില്ലേ, അതാണ് കേട്ടോ ഞാൻ മുടിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. നമ്മൾ ഉഴുന്ന് ഉപയോഗിച്ചിട്ടുള്ള കെരാറ്റിൻ പാക്കായിരുന്നു ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി നല്ല ബൗൺസി ആയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പാക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം ഡ്രൈനെസ് കുറയ്ക്കാനുള്ള പാക്ക് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ പാക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ ഫംഗ്ഷൻ്റെ സമയത്തൊക്കെ എനിക്ക് എന്താ പറയുക, പാക്കൊന്നും ഉപയോഗിക്കാനുള്ള ഒരു ടൈം ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്താക്കി, ഷാമ്പു ഉപയോഗിച്ചിട്ട് അങ്ങ് മുടി കഴുകി. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ അടുപ്പിച്ച് ഷാമ്പു ഉപയോഗിച്ചിട്ടൊക്കെയാണ് എൻ്റെ മുടി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത് കേട്ടോ. മൊത്തം ഇവിടെയൊക്കെ എനിക്ക് അറിയുന്നുണ്ട്, നന്നായിട്ട് പൊട്ടി കിടക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇനി കറക്റ്റായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് സ്കാൽപ്പിൽ മുടിയുണ്ട്, താഴത്തേക്ക് വരുമ്പോൾ മുടി ഒട്ടും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ്. അത് ഇതുകൊണ്ടാണ് കേട്ടോ, നമ്മൾ കറക്റ്റായിട്ട് കെയർ ചെയ്യാത്തതുകൊണ്ടാണ്. ഡെയിലി ഷാമ്പു ഉപയോഗിക്കുക, ഡ്രൈനെസ് ഉണ്ടാക്കുന്ന പാക്ക് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. കറക്റ്റ് ഒരു റുട്ടീൻ ബേസിൽ നമ്മൾ ഹെയർ കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മുടെ മുടിയിൽ വരില്ല കേട്ടോ. നമ്മുടെ ചലഞ്ച് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അതുപോലെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ
ചലഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ എല്ലാ ചലഞ്ചിനും പറയുന്ന പോലെ തന്നെ വെറൈറ്റി പാക്കുകൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെയ്ത പാക്കുകൾ നല്ല റിസൾട്ട് തരുന്ന പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ തൊട്ടടുത്തൊരു ചലഞ്ച് ചെയ്ത കാരണം ചിലപ്പോൾ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത പാക്കല്ലേ എന്നുള്ളത്. അപ്പം അങ്ങനെയല്ല, നമ്മൾ ഒന്നിച്ച് ഒരു ഹെയർ കെയർ ചെയ്യുക. അതൊരു കറക്റ്റ് ഒരു ചലഞ്ച് എന്നൊക്കെ പറയുമ്പോഴേ നമ്മളത് ഫോളോ ചെയ്യുള്ളൂ. അങ്ങനെ ഫോളോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ 13 വയസ്സിന് മുകളിലേക്ക് തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവർക്ക്, പിന്നെ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യട്ടെ. തണുപ്പ് പ്രശ്നമാവോ നോക്കണം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട്, തണുപ്പ് പറ്റാത്തവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഓയിൽ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. പൊട്ടിപ്പോയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ നന്നായിട്ട് ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടിവെക്കാം. അപ്പൊ ഇനി ഒരു കുറച്ച് സമയം നമ്മുടെ മുടിയിൽ ഓയിലൊക്കെ അങ്ങനെ ഇരുന്ന് പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് തയ്യാറാക്കുന്നതിന് തലേ ദിവസം നമുക്കൊരു 2 ഇൻഗ്രീഡിയൻസ് കുതിർത്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ്. ചെറുപയർ ഒരു 2 സ്പൂൺ അളവിലാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. ചെറിയ സ്പൂണാണ്, ഒരുപാട് അളവിലൊന്നും ആവശ്യമില്ല. കാരണം നമുക്കിത് കുതിർന്ന് വരുമ്പോൾ എല്ലാവർക്കും അറിയാലോ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവയും നമ്മൾ ചെറുപയർ എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ നമുക്ക് ഉലുവയും മതിയാവും. അപ്പോൾ 2 സ്പൂൺ അളവിൽ ഉലുവയും എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കുതിർക്കാനിടണം. അപ്പോൾ കുതിർക്കാനായിട്ട് നമ്മളിവിടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തലേ ദിവസം കുതിർക്കാൻ ഇടുമ്പോൾ അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി. അപ്പോൾ അത് പിറ്റേ ദിവസം ആകുമ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആവുമല്ലോ. അപ്പോൾ അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ നിങ്ങൾ കുതിർക്കാനിടുക. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഉലുവയും ചെറുപയറൊക്കെ എന്തായാലും പൊന്തി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കണം. കഞ്ഞിവെള്ളം മുടിക്ക് സ്യൂട്ട് ആവാത്തവരാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കാൻ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കഞ്ഞിവെള്ളം സ്യൂട്ട് ആവുമെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ തന്നെ കുതിർക്കാൻ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു ദിവസം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്കിത് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ട ഉലുവയും ചെറുപയറൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളമൊക്കെ നല്ല എന്താ പറയുക കുഴമ്പൽ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം നിങ്ങൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കുറച്ച് മാറ്റി വെക്കുക കേട്ടോ. പാക്ക് കുതിർക്കാൻ എടുത്തതിൻ്റെ ബാക്കി നിങ്ങൾ കുറച്ച് മാറ്റി വെക്കാം. പാക്ക് കുറച്ച് തിക്കാവുകയാണെങ്കിൽ നമുക്ക് ലേശം ലൂസ് ആക്കാൻ അത് എടുക്കാമല്ലോ. അത് മാത്രമല്ല, നമ്മൾ മുടി കഴുകുന്ന സമയത്തും ഇന്ന് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം കഞ്ഞിവെള്ളം നിങ്ങൾ മാറ്റി വെക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് പാക്ക് വേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഞ്ഞിവെള്ളം കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ട് ലൂസാക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി തിക്കായിട്ട് വേണമെങ്കിൽ കഞ്ഞിവെള്ളം കുറയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നാച്ചുറൽ ഷാമ്പു ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാക്ക് നിങ്ങൾ ഒരിക്കലും അരിക്കാതെ ഉപയോഗിക്കരുത് കേട്ടോ. അരിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചലഞ്ച് ചെയ്യാത്തവർക്ക് ഈ ഒരു നാച്ചുറൽ ഷാമ്പു ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഉലുവയും ചെറുപയറും ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ചലഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് അത്യാവശ്യം ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ട് മാത്രം നമ്മുടെ പാക്ക് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക. നമുക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഷാമ്പു ആണ് ഇത്. പിന്നെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പിന്നെ എൻ്റെ കൂടെ തന്നെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം അപ്പോൾ ഇങ്ങനെ കുതിർത്ത് വെക്കാനൊക്കെ ഇപ്പോൾ നമ്മൾ ചെറുപയർ ഉലുവയൊക്കെ കുതിർത്ത് വെച്ചില്ല. അപ്പോൾ തലേ ദിവസം നിങ്ങൾക്ക് അത് കുതിർത്ത് വെക്കാൻ എൻ്റെ കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്തിട്ട് അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പം ഞാനിത് ആ സ്കാൽപ്പിലും മുടിയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പാക്ക് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് കഴുകാം കേട്ടോ. ഇനി തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉലുവ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, ഉലുവ കഞ്ഞിവെള്ളമൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുള്ളതാണ്. അപ്പോൾ തണുപ്പ് പറ്റാത്തവർ ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റ് 10 മിനിറ്റ് വെക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കഴുകാം.
അപ്പോൾ നമ്മൾ മുടി കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ പാക്ക് ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ ഷാമ്പു ആണ്. നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഓയിലൊക്കെ റിമൂവ് ചെയ്യാനും നന്നായിട്ട് സഹായിക്കുന്ന പാക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാ പാക്കും ഉപയോഗിക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ മസാജ് ചെയ്യരുത്. ഒരു 2-3 കപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ പാക്ക് നന്നായിട്ട് കുതിർത്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകണം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഉലുവ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പശപശപ്പ് ഉണ്ടാവും. അത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇത് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുടിയിൽ നിന്ന് പാക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴുകി കളഞ്ഞിട്ട് നമ്മുടെ മുടിയിലെ വെള്ളവും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെക്കണം. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കണ്ടീഷണറിന് പകരമായിട്ടാണ് ഇവിടെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിയൊക്കെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിയെ മൊത്തത്തിലൊന്ന് കണ്ടീഷൻ ചെയ്തെടുക്കാനും കഞ്ഞിവെള്ളം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ നിന്ന് പോകുന്ന ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ 1 നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മുടിയിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. നൈറ്റ് ഹെയർ കെയറും മോർണിംഗ് ഹെയർ കെയർ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറയാത്തത്. അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറഞ്ഞാൽ മതി. അടുത്തതായിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ചലഞ്ചിൽ ഡേ 2 നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. അന്നത്തെ ദിവസം നിങ്ങൾ മുടിയിൽ പാക്കുകളൊന്നും ചെയ്തു കൊടുക്കരുത്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ. പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ചൂടായതുകൊണ്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ സാധാരണ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേർക്കുന്നതുകൊണ്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ചലഞ്ചിനെ കുറിച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. നാളെ മിക്കവാറും നമുക്ക് വീഡിയോ ഉണ്ടാവും. നമ്മൾ സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നാളെ എന്തായാലും നമുക്ക് സ്കിൻ കെയർ ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.